ആഴ്ചയിലൊരിക്കൽ ഈ ദിവസത്തിൽ 500 തവണ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമേറിയ ഈ ഇസ്മ ളുഹാ നിസ്കാരത്തിന് ശേഷം ചൊല്ലാൻ തയ്യാറാണോ? മഹാന്മാർ അനുഭവങ്ങൾ പറയുന്നു, അങ്ങനെ പതിവാക്കിയവർക്ക് അവൻ്റെ മനസ്സിലെ നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നടന്ന അനുഭവമുണ്ടെന്ന് പറയുന്നു. അത് മുജറബാണ്. നമുക്ക് ആ അമലിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായി പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ കാരണമാകുന്ന ഈ അമല് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് വളരെ സവിശേഷമേറിയൊരു ദിവസമാണ്. ആ ദിവസം ഒരു മനുഷ്യൻ്റെ ഉദ്ദേശ സഫലീകരണത്തിന് ഉത്തമ ദിനമായിട്ട് മഹാനരായ അല്ലാമ അഹ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അഹ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല പണ്ഡിത ലോകത്ത്. ഇത് കേൾക്കുന്ന സഹോദരിമാർ, സാധാരണക്കാർക്കൊക്കെ ഷാലിയാത്തിയെക്കുറിച്ച് അറിയുന്നവരുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ചെറിയ പ്രയാസം. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നേ ഉണ്ടാകുള്ളൂ. കേരളത്തിൽ കടന്നുപോയ നമ്മുടെ ഗുരുപരമ്പരയിലൂടെ നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ ഇങ്ങനെ ഒരു സനതുണ്ട്, മുത്തുനിബിതങ്ങളിലേക്ക് എത്തുന്ന സനത്. ആ സനദിലൂടെ കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുവര്യരാണ്, നമ്മുടെയൊക്കെ ഷെയ്ഖിൽപ്പെട്ടവരാണ് മഹാനരായ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ ഈ ദിവസത്തിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഇങ്ങനെ പറയുന്നുമുണ്ട്. ഉദ്ദേശ സഫലീകരണത്തിന്, ആവശ്യപൂർത്തീകരണത്തിന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാനും ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്നറിയിക്കുകയാണ്. പലരും വിളിക്കാതെ വരുന്നുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്, വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ പറഞ്ഞ ദിവസം ഏതാണെന്ന് മഹാനരായ അഹ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. യൗമുൽ ഖമീസി അഹ്സനുൽ അയ്യാമി ലിത്വാലിബിൽ ഹാജാതി ലിൽ അയ്യാമി. വ്യാഴാഴ്ച ദിവസം അത് വളരെ പവിത്രമേറിയ ദിവസമാണെന്നും ആവശ്യപൂർത്തീകരണത്തിന് വളരെയധികം പ്രധാനപ്പെട്ടൊരു ദിനമാണ് വ്യാഴാഴ്ച ദിവസം എന്ന് യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും, ശരിക്ക് കേൾക്കുക, എല്ലാ വ്യാഴാഴ്ചകളിലും ളുഹാ നിസ്കാരത്തിന് ശേഷം 500 തവണ യാ സമീഅ, ചെറിയ രൂപത്തിൽ നമുക്ക് എല്ലാം കേൾക്കുന്നവനായ റബ്ബ് എന്ന് നമുക്ക് അർത്ഥം പറയാം. വിശാലമായ അർത്ഥതലങ്ങളും ആശയതലങ്ങളും ഉണ്ട്, ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. എല്ലാം കേൾക്കുന്നവനായ റബ്ബ്, നമ്മുടെ ഉത്തരം, നാം ചെയ്യുന്ന ദുആ എല്ലാം കേട്ട് റബ്ബ് അതിന് പരിഹാരം നൽകും എന്നർത്ഥം വരുന്ന യാ സമീഅ, എല്ലാം കേൾക്കുന്നവനായ റബ്ബ്, ഒരു അവയവത്തിൻ്റെ ആവശ്യമില്ലാതെ, ഒരു ഉപാധിയില്ലാതെ, ഒരു നിലക്കും ഒരു പരിധിയില്ലാതെ, ഏതും സമുദ്രത്തിൻ്റെ, മദ്രസയിൽ നമ്മൾ പഠിച്ചതുപോലെ സമുദ്രത്തിൻ്റെ അഗാധമായ ഗർത്തത്തിലൂടെ, മിനുസമുള്ള പാറക്കല്ലിലൂടെ ഒക്കെ ഉരസിപ്പോകുന്ന വളരെ ചെറിയ സൗണ്ട് പോലും കേൾക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സ അല്ലാഹ് എന്ന ആ ഇസ്മ യാ സമീഅ എന്ന് പറയുന്നത് ളുഹാ നിസ്കാരാനന്തരം എല്ലാ വ്യാഴാഴ്ചകളിലും ആരാണോ പതിവാക്കുന്നത് അവർക്ക് അവരുടെ ഏതു കാര്യത്തിൽ അതിനുശേഷം ദുആ ചെയ്താലും ആ ദുആ കേൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല. കേൾക്കുമെന്ന് പറഞ്ഞ ഖബൂലിൻ്റെ കേൾവി അള്ളാഹു കേൾക്കും, അള്ളാഹു അതിന് ജവാബ് നൽകും, അള്ളാഹു അതിന് ഉത്തരം നൽകും, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും. എങ്ങനെയാണ് ഇതിൽ ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന ചില ഘടകങ്ങളുണ്ട്. ഏതാണ് ആ ഘടകങ്ങളെന്നറിയോ? ഒന്ന്, വ്യാഴാഴ്ച ളുഹാ നിസ്കാരം പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണ് വ്യാഴാഴ്ച ദിനം എന്നുള്ളത്. എന്തുകൊണ്ട് വ്യാഴാഴ്ച ദിവസത്തിന് വളരെയധികം പവിത്രത വന്നു, അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് വ്യാഴാഴ്ച എന്നുള്ളതാണ്, മറ്റൊന്നത് ളുഹാ നിസ്കാരം എന്നുള്ളതാണ്, മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ തിരുനാമം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അമല് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കപ്പെടാനുള്ള 3 മാനദണ്ഡങ്ങൾ, ഒന്ന് വ്യാഴാഴ്ച, ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്കെല്ലാം ആത്മാർത്ഥത കിട്ടും. അതുകൊണ്ട് ഇത് പറയുന്നത്. ഒന്ന്, വ്യാഴാഴ്ച ദിനമായി എന്നുള്ളത് കൊണ്ട് അതിനൊരു പവിത്രത ഉണ്ട്, അത് ഞാൻ വിശദീകരിക്കാം. രണ്ടാമത്തേത്
ളുഹാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മൂന്നാമത്തത് യാ സമീർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മ ഈ അമലിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലേ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 മാനദണ്ഡങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ 3 മാനദണ്ഡങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇതിന് വളരെയധികം പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്നത്, ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നത്, ഉദ്ദേശം സഫലീകരിക്കപ്പെടുന്നത്. ഈ ആഴ്ചകൾ ആവർത്തിക്കുമ്പോൾ സുന്നത്താക്കപ്പെട്ട നോമ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട നോമ്പാണ് വ്യാഴാഴ്ച ദിവസത്തിലുള്ള നോമ്പ്. നമുക്കൊക്കെ അറിയാം, സത്യവിശ്വാസി ചെയ്യുന്ന ഓരോ മുഅ്മിനാത്തുകൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന അമലുകൾ വർഷത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട്, ആഴ്ചകളിൽ ഉയർത്തപ്പെടുന്നുണ്ട്, ദിവസത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഹദീസുകളിൽ നിന്നും പഠിച്ചതാണ്, മനസ്സിലാക്കിയവരാണ്. അത് ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് അത് വ്യാഴാഴ്ച ദിവസമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും വീക്ക്ലി അള്ളാഹുവിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അത് വ്യാഴാഴ്ച ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മൾ 3 മാനദണ്ഡങ്ങൾ പറഞ്ഞല്ലോ ഇത് ഉത്തരം ലഭിക്കാൻ കാരണമായത്. അതിൽ 3 ഒന്ന് വ്യാഴാഴ്ച ആയി എന്നുള്ളതിൻ്റെ കാരണം അതാണ്. മനസ്സിലായില്ലേ? ഇനി നോക്കൂ, വ്യാഴാഴ്ച ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. നബിതങ്ങൾ വ്യാഴാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഈ ദിവസത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നുണ്ട്, പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എൻ്റെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ നോമ്പുകാരനാകട്ടെ, അങ്ങനെ ആകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഴാഴ്ച നോമ്പെടുക്കാൻ കാരണം എന്താ? വ്യാഴാഴ്ച നോമ്പുകാരനായി നിൽക്കാൻ കാരണം മുത്തുനബി തങ്ങൾ ചെയ്ത അമലുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരായ നിലയ്ക്കാണ് മുത്തുനബി തങ്ങളിൽ നിന്നുള്ള അമലുകൾ ഉയർത്തപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കും ചെയ്യാം, അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ളുഹാ നിസ്കാരത്തിന് ശേഷം 500 തവണ എല്ലാം കേൾക്കുന്നവൻ എന്ന് ചെറിയ രൂപത്തിൽ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറയാവുന്ന ഈ ഇസ്മ യാ സമീഉ യാ അല്ലാ എന്ന് 500 തവണ ചൊല്ലിയിട്ട് ചോദിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നതെന്തും പൂർത്തീകരിക്കപ്പെടുന്ന അതിവിശിഷ്ടമായ അമല് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്കൊക്കെ ആത്മാർത്ഥമായി ചെയ്യാം. വ്യാഴാഴ്ച രാത്രിയിലും പകലും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ രേഖകൾ, നാം ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങളും റബ്ബിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ കിതാബുകളിലുള്ളതാണ്. ഇതിനെ വിശദീകരിച്ച്, ഈ ഹദീസിനെ വിശദീകരിച്ച് മുഹദ്ദിസീങ്ങളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഞാനതിൻ്റെ വിശാലമായ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും ഇറങ്ങിയല്ല, ഞാനതിൻ്റെ ചെറിയ രൂപത്തിലുള്ള പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനരായ അല്ലാമ അഹ്മദ് ഗോയശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് പറഞ്ഞത്, യൗമുൽ ഖമീസി അഹ്സനുൽ അയ്യാമി ലിതാലിബിൽ ഹാജാതി ലിൽ അയ്യാമി. വ്യാഴാഴ്ച ദിവസം അത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന, ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ നടക്കില്ലെന്ന് കരുതിയ ആഗ്രഹങ്ങൾ റബ്ബിനോട് ചോദിച്ച് തേടാനുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അത് ഉദ്ദേശ സഫലീകരണത്തിനുള്ള ദിവസമാണ്. വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വെക്കുക. നമുക്ക് ലക്ഷങ്ങൾ കടബാധ്യതയില്ലേ, എങ്ങനെ ഇത് വീടിക്കിട്ടുമെന്നറിയാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ കഴിയുന്നവരല്ലേ നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളുണ്ട്, തലക്കുമീതെ താങ്ങാനാകാതെ ഒന്നിനു പിറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോഴും എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ റബ്ബിലേക്ക് അങ്ങ് സമർപ്പിച്ചു കൊള്ളുക. അല്ലാഹു വഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീർ. നമ്മുടെയൊക്കെ സങ്കല്പനകൾക്കും അപ്പുറമാണ് ജഗന്നിയന്താവാകുന്ന പടച്ചറബിൻ്റെ തീരുമാനം. ആ തീരുമാനം നമുക്ക് ഖൈറായി ലഭിക്കാൻ ഇത്തരം അമലുകൾ, ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം സുഹൃതങ്ങൾ കാരണമായേക്കാം. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സവിശേഷമേറിയ ഒരു അമലാണ്
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. ഇതാര് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നേറിക്കിടക്കുന്ന വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകി ഹലാലായ ഏത് ആവശ്യത്തിനും നമുക്ക് ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.